കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ന് തിരിച്ചടി. CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA അടക്കമുള്ള പ്രതികൾ ജൂലൈ 4-ന് ഹാജരാകണം. 28 പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. MK ഷുക്കൂർ വിശദാംശങ്ങളുമായി. ഷുക്കൂർ, CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. PMLA കോടതിയുടെ നീക്കങ്ങൾ എങ്ങനെ കാണാം? സൈഫുദ്ദീൻ, വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ കലൂർ PMLA കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ 83 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഉള്ള പ്രതികൾക്കെതിരെ നടപടി തുടർന്നത് സംബന്ധിച്ച വാദങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് 28 പേർക്കെതിരെ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ കൂടിയായിരുന്ന AC മൊയ്തീൻ MLA, കെ രാധാകൃഷ്ണൻ MP, MM വർഗീസ്, അരവിന്ദാക്ഷൻ, മധു അമ്പലപുരം തുടങ്ങിയവരെല്ലാം തന്നെ ഈ പ്രതിപട്ടികയിലുണ്ട്. ഇവർക്കെതിരെ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ CPM അടക്കം ഈ കേസിൽ പ്രതിയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതികളെല്ലാം തന്നെ ജൂലൈ 4-ന് കലൂർ PMLA കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പാർട്ടി തന്നെ പ്രതിയായ ഒരു കേസും കൂടിയാണ്. ഇപ്പോൾ നേതാക്കൾക്ക്, ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അടക്കം AC മൊയ്തീൻ അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം സമൻസ് അയക്കുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ CPM എങ്ങനെയായിരിക്കും പാർട്ടിപരമായി ഈ കേസിനെ നേരിടാൻ പോകുന്നത്? പഴയ പ്രതിരോധമൊക്കെ ഈ പുതിയ ഘട്ടത്തിലും നിലനിൽക്കാൻ സാധ്യതയുണ്ടോ ഷുക്കൂർ? നേരത്തെ രാഷ്ട്രീയമായ നീക്കമാണ്. ഇതിനെ നിയമപരമായി നേരിടുമെന്നായിരുന്നു CPM പറഞ്ഞിരുന്നത്. പിന്നീട് രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള നീക്കങ്ങൾ നടത്തി. CPM-ന്റെ പാർട്ടിയുടെ ഫണ്ട് പോലും ED മരവിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. 219 കോടിയുടെ ക്രമക്കേടുണ്ടായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2011-12 കാലത്ത് തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. ഈ സഹകരണ ബാങ്കിന്റെ ഭാരവാഹികളെല്ലാം CPM നേതാക്കളാണ്. അവർ ഉൾപ്പെട്ട ഈ ഭരണസമിതി 2012-13 കാലത്ത് ക്രമരഹിതമായി വായ്പകൾ അനുവദിച്ചു. ഒരേ ഈടിൽ നിരവധി വായ്പകൾ നൽകി, കള്ളപ്പണ ഇടപാട് നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. ഈ ആരോപണങ്ങളെല്ലാം ഒരു പ്രാഥമികമായ വാദങ്ങൾ പൂർത്തിയാക്കി അത് ഈ കുറ്റപത്രത്തിലുള്ളത് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ ഈ 28 പേരും നേരിടേണ്ടി വരും. അതിനാണ് ജൂലൈ 4-ന് കോടതിയിൽ ഹാജരാകാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ CPM മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ് ഈ കേസിൽ പരാതി നൽകിയത്. പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് സഹകരണ വകുപ്പിനും പിന്നീട് വിജിലൻസ്, ED, CBI തുടങ്ങിയവർക്കെല്ലാം തന്നെ പരാതി നൽകുകയായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പിന്നീട് കേസ് അന്വേഷിക്കുകയും CPM നേതാക്കളടക്കം അറസ്റ്റിലാവുകയും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്.